ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ജീൻസിന് വെയർ ചെയ്യാൻ പറ്റിയ കോട്ടൺ ടോപ്പായിട്ടാണ്. ചെറിയൊരു സ്ലീവാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡിൽ 2 സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് 1 മീറ്ററിൻ്റെ ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു തുണി എടുത്ത് അതിൻ്റെ വീതി എത്ര വരണേന്ന് നമുക്ക് നോക്കണം. അതുപോലെ അപ്പം ഞാൻ ഇവിടെ ഈ ഒരു തുണീൻ്റെ വീതി നോക്കുകയാണ്. പിന്നെ 46 ഇഞ്ചാണ് വീതി കിട്ടുന്നത്. ഇനി ഈ തുണീനെ ഇതുപോലെ 4 നീളത്തിൽ മടക്കി കൊടുക്കാം. അപ്പം ആദ്യം ഞാൻ ഇതുപോലെ ഒരു മടക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെയാണ് മടക്കിയ ശേഷം തുണി കിട്ടുന്നത്. പിന്നെ വീതി നമുക്കിങ്ങനെ നോക്കാം. 11.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഒരു 10.5 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു പാറ്റേണിൽ തയ്ക്കാം. അതായത് 41 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു അളവിൽ നമുക്ക് തയ്ക്കാം, ഇതുപോലെ തുണി മടക്കിയിട്ട്. ഇനി ഇവിടുത്തെ ഇറക്കം കിട്ടുന്നത് 43.5 ഇഞ്ചാണ്. അതായത് 1 മീറ്ററാണ് തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഈ തുണീൻ്റെ വീതി എങ്ങനെ നമുക്ക് കണക്കാക്കണമെന്ന് നമ്മൾ നോക്കണത്. ഇവിടെ ഞാൻ ഇനി ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചാണ് എനിക്ക് ഇവിടുത്തെ ഷോൾഡർ വരുന്നത്. ഇനി നെക്കിൻ്റെ വീതി 3 ഇഞ്ച് കൊടുക്കാം. ഇനി ഇവിടുത്തെ ആം ഹോൾ ലെങ്ത്ത് 7 ഇഞ്ചാണ്. അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. ഈ കൈക്കുഴിക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ൽ 1 എടുക്കുക, 9.5 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് ഒരു 14 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക ലെങ്ത്ത്. എന്നിട്ട് ഇവിടെ നമുക്ക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 8.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ടോപ്പിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യണത്. അതിവിടെ വരുന്നത് 26 ഇഞ്ചാണ് ലെങ്ത്ത് ടോട്ടൽ, പ്ലസ് 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ തയ്ക്കാനും ബാക്കി 2 ഇഞ്ച് നമുക്ക് താഴെ മടക്കി തയ്ക്കാനും വേണമല്ലോ. അപ്പോൾ അങ്ങനെ 28 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇനി താഴേക്കുള്ളത് നമ്മൾ സ്ലീവായിട്ട് എടുക്കും. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തും ഈ ടോപ്പിൻ്റെ ലെങ്ത്തും നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വയ്ക്കുക. എന്നിട്ട് 22 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇനി അവിടുത്തെ വീതി നിങ്ങൾക്ക് എത്ര കിട്ടണേന്ന് നോക്കാം. എനിക്കിവിടെ അത് 9.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പം നമുക്കിവിടെ 3 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്ലിറ്റിൻ്റെ അവിടുത്തെ, ഒന്ന് ഷേപ്പ്, ഒന്ന് ചെസ്റ്റ്. ഇനി ഈ 3 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്തിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഷേപ്പിൽ. എന്നിട്ട് അതിന് തയ്യൽത്തുമ്പ് ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. അപ്പോൾ അത്ര ഭാഗമാണ് നമുക്ക് തയ്യൽത്തുമ്പ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്ര വീതിയിലാണ് നമ്മൾ ആ തുണീനെ മടക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോഡൽ വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈക്കുഴിയിൽ അവിടെ നിന്ന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഞാനിവിടെ ഒരു 5 ഇഞ്ചിൽ ഫ്രണ്ട് നെക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്യുകയാണ്. 4.5 ഇഞ്ചായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ 5 ഇഞ്ചാക്കി. ഇനി ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതുപോലൊരു താഴേക്ക് ഒരു വി ഷേപ്പ് പോലെ കൊടുക്കുകയാണ്. ബാക്കി മുകളിൽ ഇതുപോലൊരു യു ഷേപ്പ് കൊടുക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് പാർട്ടിലെ നെക്കിൻ്റെ ഡിസൈൻ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പാർട്ട് എടുക്കാം.
ഇനി ഇവിടുത്തെ നെക്കിൻ്റെ വീതി 3 ഇഞ്ച് തന്നെയാണ്. ഇറക്കം ഞാൻ എടുക്കുന്നത് 4.5 ഇഞ്ചാണ്, അല്ലെങ്കിൽ 4 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികം ഇറക്കം വേണ്ടാത്തവർക്ക് ഒരു 3 ഇഞ്ച് കൊടുക്കാം. അതായത് ഷോർട്ട് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് കുർത്തിയിലൊക്കെ ലെങ്ത്ത് കുറവായിരിക്കും ബാക്കിൽ കാണണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ബാക്കി വന്ന പീസ്. അപ്പോൾ ഇത് നമ്മൾ സ്ലീവിന് വേണ്ടി എടുക്കുകയാണ്. വീതി വരുന്നതിന് 11 ഇഞ്ചാണ്. പിന്നെ ഇവിടെ ഞാൻ ഇറക്കം എടുക്കുന്നത് 7 ഇഞ്ചാണ്, പ്ലസ് 1/2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് മുകളിൽ അറ്റാച്ച് ചെയ്യാനും. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ച് കൂട്ടി 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ വീതി വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്ര ഇറക്കത്തിലുള്ള സ്ലീവ് കിട്ടും, 2 പീസ്. അപ്പോൾ ഇത്ര തുണിയാണ് നമുക്ക് ബാക്കി ഇവിടെ വരുന്നത്. ഇനി നെക്കിൻ്റെ അവിടെ തയ്ക്കാനുള്ളൊരു പീസ് എടുക്കുകയാണ്. അപ്പോൾ ഈ തുണീനെ ഞാൻ ഇത് 2ആക്കി മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 4.5 ഇഞ്ച് വീതിയും ഒരു 7.5 ഇഞ്ച് നീളവും ഉള്ളൊരു തുണി ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ നെക്കിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ പീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ എൻ്റെ ബാക്കി പീസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ തുണി എടുത്തത്. എന്നിട്ട് അതേ ഒരു രീതിയിൽ തന്നെ ആ തുണിയിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പീസ് നമ്മൾ തുണീൻ്റെ നല്ല വശത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ പീസിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചുറ്റും. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ബാക്ക് പീസിൽ ഞാൻ അതുപോലെ കൊടുക്കുന്നില്ല. അതിൻ്റെ വരെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തുണീൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തുണീനെ മടക്കിയിട്ട് ഇവിടെ ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് റോങ് സൈഡിലേക്ക് മറിച്ചിടാം. ഇത് ബാക്ക് പീസാണ്. അതിനെയും ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് റോങ് സൈഡിലേക്ക് മറിച്ചിടാം. ഈ ഷോൾഡറാണ് ജോയിൻ ചെയ്യാൻ പോണേ. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശം രണ്ടും ചേർത്തിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പതിച്ചൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ തുണീനെ ഇതുപോലെ എടുക്കുക സ്ലീവ്. എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഭാഗം ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കും സ്ലീവും ഷോൾഡറും എല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ 2 സൈഡാണ് ഇനി അടിക്കാനുള്ളത്. ഈ തുണീനെ ഇതുപോലെ നല്ല റോങ് സൈഡിലേക്ക് മറിച്ചിടുക. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ മാർക്കിങ്സ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളിൻ്റെ ലെങ്ത്ത്, പിന്നെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടൊക്കെ ഒന്നുകൂടി അടയാളപ്പെടുത്തി കൊടുക്കുക.
നമ്മളിവിടെ സ്ലിറ്റിന് വേണ്ട മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ മുകളിലത്തെ വീതി എത്രയാണ് കിട്ടണേന്ന് നോക്കാം. ഇവിടെ 5.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ വീതിയിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് താഴേക്ക് മാർക്കിംഗ് കൊണ്ടുവരാം. സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തിയിട്ട് ഈ ഒരു ഭാഗം അതുപോലെ നമ്മൾ മടക്കുകയാണ്. എന്നിട്ട് അവിടെ തയ്ച്ചു കൊടുക്കുക. നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ ഇനിയാണ് ഇതിൽ. ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡും മടക്കി ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ടോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ പല പാറ്റേൺസിലും നമുക്ക് ഈ ജീൻസിന് ഇതുപോലത്തെ ടോപ്പ് തയ്ക്കാം. അപ്പോൾ അതിൻ്റെ മോഡൽസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ 1 മീറ്റർ തുണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.